പലതരത്തിലുള്ള അഡിക്ഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. സ്റ്റഡീസ് നമുക്ക് ഒരു അഡിക്ഷൻ ആക്കി മാറ്റിയാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ സ്റ്റഡി സ്പേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത്. അങ്ങനെ മാത്രമാണ് നമുക്ക് ആ ഒരു സ്പേസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്പേസ് ആണ്, ഭയങ്കര കാം ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു സ്റ്റഡി സ്കെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. ഓരോ സ്കെഡ്യൂൾസിലും നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് അത് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എന്തെടുക്കുക, ബ്രേക്സ് എടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതിനൊപ്പം തന്നെ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന ആ ഒരു ഗ്യാപ്സ് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആരെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ്സിലുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം, നല്ലൊരു സ്റ്റഡി ബഡി നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ എത്രത്തോളം പഠിച്ചു, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്നൊക്കെ രീതിയിൽ നമ്മളത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, റിവാർഡ്സ് ഒക്കെ കൊടുത്ത് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടിപ്സ് ആണ് മക്കൾ ഫോളോ ചെയ്യാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക.